പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ വിവിധങ്ങളായ ഉപയോഗങ്ങളെ കുറിച്ചായിരുന്നു. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം നിർമ്മിക്കുമ്പോൾ ആ വാചകത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 40 ഉദാഹരണങ്ങളെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം. 4 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾക്ക് വേണ്ടി വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ അർത്ഥങ്ങളിലും വരുന്ന 10 വീതം ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തി 40 ഉദാഹരണങ്ങളെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ആ ഉദാഹരണത്തിന്റെ ഒക്കെ മലയാളം നമുക്ക് പറഞ്ഞു തരും. ശേഷം അതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റും എന്ന് പറയും. പിന്നീട് സിമ്പിൾ പ്രസന്റ് ആയിട്ട് എങ്ങനെ അതിനെ എഴുതാം എന്ന് പറഞ്ഞു തരും. അങ്ങനെ 3 പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഉദാഹരണങ്ങളുടെ കൂട്ടം നോക്കാം. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒന്നാമത്തെ ഉപയോഗം നിശ്ചിത ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ മലയാളത്തിൽ നൽകും. ആ മലയാളത്തിലുള്ള ഉദാഹരണങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇതൊരു സിമ്പിൾ പ്രസന്റിന്റെ ഉദാഹരണമാണ്. നിശ്ചിത ഇടവേളകളിൽ പതിവായിട്ട് ആവർത്തിച്ചു വരുന്ന കാര്യമാണത്. എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു വാക്കിനെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാചകത്തെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ആര് ചെയ്യുന്നു എന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്ത് ചെയ്യുന്നു എന്നാണ്. മൂന്നാമതായിട്ട് എഴുതുന്നത് എന്തിനെ ചെയ്യുന്നു എന്നാണ്. നാലാമതായിട്ട് എഴുതേണ്ടത് എപ്പോൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന വാചകത്തെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ വാചകത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു, ആരാണ് ചെയ്യുന്നത്? അതിന്റെ ഉത്തരം എന്താണ്? ചെയ്യുന്ന ആൾ ഞാനാണ്. ഞാൻ ചെയ്യുന്നു എന്നാണ് ഉത്തരം, അല്ലെ? ചെയ്യുന്ന ആള് ഞാനാണ്. അപ്പോൾ ആര് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു. അപ്പോൾ ആ വാചകത്തിന്റെ ഇംഗ്ലീഷ് വാക്കായ ഐ എന്ന വാക്കിനെ നമ്മൾ എഴുതി. ഞാൻ ചെയ്യുന്നു, അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നാണ്. എഴുന്നേൽക്കുന്നു എന്നാണല്ലോ. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് വേക്ക് അപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 2 പ്രധാന കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കേണ്ടതുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം എഴുതുമ്പോൾ അതിന്റെ വെർബ് എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇവിടെ വെർബ് വേക്ക് അപ്പ് എന്ന് തന്നിട്ടുണ്ട്. അത് വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. ഇനി ഈ വെർബിന്റെ കൂടെ എസ് ചേർക്കുന്ന സന്ദർഭങ്ങളുണ്ട്, എസ് ചേർക്കാത്ത സന്ദർഭങ്ങളുണ്ട്. സബ്ജക്റ്റ് ആയിട്ട് ഹി, ഷി, ഇറ്റ് എന്നിവ വരുമ്പോഴാണ് വെർബിന്റെ കൂടെ എസ് ചേർക്കുക. ഐ, യു, ദേ, വി എന്നിവ വരുമ്പോൾ, അതായത് പ്ലൂരലുകൾ വരുമ്പോൾ അതിന്റെ കൂടെ എസ് ചേർക്കുകയില്ല. ഇവിടെ വന്നിരിക്കുന്നത് ഐ എന്നാണ്. അതുകൊണ്ട് തന്നെ വേക്കപ്പ് എന്ന് മാത്രമാണ് എഴുതിയത്. അതിന്റെ കൂടെ നമ്മൾക്ക് ഒരു എസ് ചേർത്തിട്ടില്ല. വേക്കപ്സ് എന്ന് എഴുതേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം. ഇനി അപ്പം 2 ചോദ്യങ്ങൾ നമ്മൾ ഈ വാചകത്തോട് ചോദിച്ചു. ആര് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു, അല്ലെ? ഇനി എന്തിനെ ചെയ്യുന്നു എന്നൊരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം ഉണ്ടാവില്ല. കാരണം ഇത് എണീക്കുക എന്ന പ്രോസസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എപ്പോൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ്. അപ്പൊ എന്താ അതിന്റെ ഇംഗ്ലീഷ്? എവരിഡേ, എല്ലാ ദിവസവും 6 മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ 6 o'clock, 6 മണിക്കാണ് എന്നുകൂടി എഴുതി. അപ്പോൾ നമ്മുടെ വാചകം ഇങ്ങനെയായി, ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് 6 o'clock. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എന്ന് വന്നു. ഓക്കെ. ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അവൻ എല്ലാ ആഴ്ചയിലും ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് നമ്മുടെ ഉദാഹരണം. അവൻ എല്ലാ ആഴ്ചയിലും ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ ഈ വാചകത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വാചകത്തോട് ആദ്യത്തെ ചോദ്യം
ആര് ചെയ്യുന്നു, ആര് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവൻ ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ഹീ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഇവിടെ ചേർത്തു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യുന്നു എന്നാണ്. കളിക്കുന്നു എന്നാണ് ഉത്തരം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ പ്ലേ എന്ന വാക്ക്, പ്ലേസ് എന്ന വാക്കിനെ നമ്മൾ ഇവിടെ ചേർത്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പ്ലേ എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. വെർബിന്റെ ഫസ്റ്റ് ഫോമായ പ്ലേയിലേക്ക് നമ്മൾ ഒരു എസ് കൂടി ചേർത്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ വെർബ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആണെങ്കിൽ വെർബിലേക്ക് ഒരു എസ് ചേർക്കണം. ഇവിടെയുള്ള സബ്ജക്റ്റ് ഹി എന്നതാണ് സബ്ജക്റ്റ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അർത്ഥം അവൻ എന്നാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഒരാളാണുള്ളത്. അപ്പോൾ ആ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു എസ് ചേർക്കണം, പ്ലേസ് എന്ന് ചെയ്യണം. അപ്പോ വാചകത്തോടുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? എന്തിനെ ചെയ്യുന്നു, അതായത് പിന്നെ ആര് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എന്തിനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഫുട്ബോളിനെ കളിക്കുന്നു എന്നാണ്. എന്തിനെ കളിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളിനെ കളിക്കുന്നു എന്നാണ്. അപ്പം അടുത്ത വാചകമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഫുട്ബോൾ എന്ന വാക്കാണ്. ഇനി എപ്പോൾ ചെയ്യുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ എല്ലാ ആഴ്ചയിലും കളിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ എവറി വീക്ക് എന്ന് പറയുന്ന ഒരു വാചകം കൂടി നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലോ, ഞങ്ങൾ ഞായറാഴ്ചകളിൽ പാർക്കിൽ പോകുന്നു എന്നാണ് ഉദാഹരണം. ഞങ്ങൾ ഞായറാഴ്ചകളിൽ പാർക്കിൽ പോകുന്നു എന്നാണ് ഉദാഹരണം. അപ്പോൾ ഈ വാചകത്തോട് അത് ഇംഗ്ലീഷിലാക്കാൻ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, ആര് ചെയ്യുന്നു? ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ വി എന്ന വാക്കിനെ നമ്മൾ ചേർക്കുക. ഇനി എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ഗോ എന്ന വാക്കിനെ നമുക്ക് നെക്സ്റ്റ് ചേർക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോ എന്ന വാക്കിൽ നമ്മൾ എസ് ചേർക്കേണ്ടതില്ല. കാരണം ഇതിന്റെ സബ്ജക്റ്റ് എന്താണ്? വി ആണ്. വി എന്ന് പറയുന്ന സബ്ജക്റ്റ് അത് പ്ലൂരലാണ്, അതായത് ബഹുവചനമാണ്, ഒരുപാട് പേരെ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന വെർബിൽ എന്ത് ചെയ്യേണ്ടതില്ല? എസ് ചേർക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വി ഗോ, ഗോ എന്ന് പറഞ്ഞാല് ഗോ എന്നാണ് അതിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോം. രണ്ടാമത്തെ ഫോം V2 എന്ന് പറയുന്നത് വെന്റ് ആണ്. V3 എന്ന് പറയുന്നത് ഗോസ് ആണ്. നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗോ ആണ്. കാരണം ഇവിടെ എന്താണ്? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി എന്തിനെ ചെയ്യുന്നു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം ഇവിടെ പോകുന്നു എന്നാണ്. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാലോ, പാർക്കിലേക്ക് പോകുന്നു എന്ന ഉത്തരമാണ് നൽകേണ്ടത്. അപ്പം വി ഗോ ടു ദി പാർക്ക് എന്നാണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഞങ്ങൾ പാർക്കിലേക്ക് പോകുന്നു. എപ്പോൾ പോകുന്നു? ഞായറാഴ്ചകളിൽ പോകുന്നു എന്നാണ്. അപ്പോ ഓൺ സൺഡേസ് എന്നതിന്റെ കൂടെ കൊടുത്തു കൊടുക്കണം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ അടുത്തൊരു ഉദാഹരണം നോക്കാം. ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഉദാഹരണം. ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നു. അപ്പം ഈ സെന്റൻസിനോട് നമുക്ക് ചോദിക്കാം, ആര് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഐ എന്ന് പറയുന്ന വാക്ക്, അതവിടെ എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? യോഗ ചെയ്യുന്നു എന്നാണ് ഉത്തരം, അല്ലെ? യോഗ ചെയ്യുന്നു എന്നാണ് ഉത്തരം. അപ്പൊ നെക്സ്റ്റ് ഡു യോഗ എന്ന് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് ഡു യോഗ, യോഗ ചെയ്യുന്നു എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഡു യോഗ, ഡൂസ് യോഗ എന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? അവിടെ വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ അത് പ്ലൂരലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അപ്പം പ്ലൂരലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഐ വരുമ്പോൾ, സബ്ജക്റ്റ് ആയി വരുമ്പോൾ, വെർബാകുന്ന ഡു യോഗ എന്ന വാക്കിൽ എന്ത് ചെയ്യേണ്ടതില്ല? എസ് ചേർക്കേണ്ടത് ഇല്ല. ഇനി അടുത്തതായിട്ട് എപ്പോൾ ചെയ്യുന്നു? എല്ലാ ദിവസവും ചെയ്യുന്നു എന്നാണ് ഉത്തരം. അപ്പം അതിന് നമുക്ക് എഴുതാം എവറി ഡേ എന്ന് എഴുതി ചേർക്കുക. അപ്പം നമ്മുടെ വാക്ക് ഇങ്ങനെയായി, ഐ ഡു യോഗ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്നു എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് ഐ ഡു യോഗ എവറി ഡേ. ഇവിടെ ഡു യോഗ എന്ന വാക്കിൽ എസ് ചേർത്തില്ല. എന്തുകൊണ്ട്? സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ പ്ലൂരലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല? എസ് ചേർത്തില്ല എന്നതാണ്. ഇനി അടുത്തൊരു വാചകം നമുക്ക് നോക്കാം. എന്താണ് ആ വാക്ക്? അവൻ രാവിലെ പത്രം വായിക്കുന്നു എന്നതാണ് വാക്ക്. അവൻ രാവിലെ പത്രം വായിക്കുന്നു എന്നതാണ് വാക്ക്. അപ്പം ഫസ്റ്റ് വാക്ക് അവൻ എന്നാണ്, അല്ലെ? അപ്പൊ ആര് ചെയ്യുന്നു എന്ന് ഈ വാചകത്തിൽ നോക്കി ചോദിച്ചാൽ ആരാണ് ചെയ്യുന്നത്? അവനാണ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് ഇംഗ്ലീഷിലാക്കുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് ഹി, അവൻ ചെയ്യുന്നു.
എന്ത് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് ചോദ്യം. എന്ത് ചെയ്യുന്നു? അവൻ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഹീ റീഡ്സ് എന്നാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഇവിടെ റീഡ് എന്ന് പറയുന്ന വെർബ് കൊടുത്തു. അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ആ വെർബിന്റെ ഫസ്റ്റ് ഫോമിനോട് കൂടെ നമ്മൾ ഒരു എസ് കൂടി ചേർത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എപ്പോൾ സബ്ജക്റ്റ് ആകുന്ന ഹി എന്ന് പറയുന്ന പദം എന്താണ്? സിംഗുലാർ ആകുന്നു. അതായത് ഒരാൾ മാത്രമാകുന്നു. അവൻ എന്നാണ് അർത്ഥം. അപ്പൊ സബ്ജക്റ്റ് സിംഗുലാർ ആകുമ്പോൾ വെർബാകുന്ന റീഡിന്റെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? ഒരു എസ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഹീ റീഡ്സ് എന്ന് നമ്മൾ വായിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, എന്തിനെ വായിക്കുന്നു? എന്തിനെ വായിക്കുന്നു? പത്രത്തെയാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ദി ന്യൂസ് പേപ്പർ എന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അടുത്തതോ, എപ്പോൾ വായിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ രാവിലെ വായിക്കുന്നു എന്നാണ് ഉത്തരം. അപ്പം ഇൻ ദി മോർണിംഗ് എന്ന് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ്? ഞങ്ങൾ എല്ലാ മാസവും സിനിമ കാണാൻ പോകുന്നു എന്നാണ് ഉദാഹരണം. ഞങ്ങൾ എല്ലാ മാസവും സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആര് ചെയ്യുന്നു എന്നാണ്. ആര് പോകുന്നു? ഞങ്ങൾ പോകുന്നു എന്നാണ്. അപ്പൊ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ആരാണ് പോകുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് വി എന്നാണ്. ഓക്കെ. ഇനി എന്താണ് ചെയ്യുന്നത്? പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പം അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ഗോ എന്ന് കൊടുക്കണം. അപ്പം വി ഗോ. അപ്പം ഇവിടെ ഗോ എന്ന വാക്കിൽ നമുക്ക് എസ് ചേർക്കേണ്ടതില്ല. കാരണം അവിടെ സബ്ജക്റ്റ് ആയി വന്നിരിക്കുന്നത് എന്താണ്? വി ആണ്. വി എന്ന് പറയുന്ന വാക്ക് ഒരു ബഹുവചനമാണ്. അപ്പോൾ സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂരൽ ആണ് എങ്കിൽ എന്ത് ചേർക്കേണ്ടതില്ല? വെർബിൽ എസ് ചേർക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഗോ എന്ന പദത്തിൽ എസ് ചേർക്കേണ്ടതില്ല. ഇനി അപ്പം മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ സിനിമ കാണാൻ പോകുന്നു എന്നാണ്. അപ്പോൾ സിനിമ കാണാൻ പോകുന്നു എന്ന് അടുത്ത വാക്ക് കൊടുക്കും. ടു വാച്ച് മൂവി. സിനിമ കാണാൻ പോകുന്നു എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് നെക്സ്റ്റ് കൊടുക്കണം. ഇനി എപ്പോൾ പോകുന്നു എന്ന ചോദ്യമാണ് നാലാമത് ചോദിക്കുക. എല്ലാ മാസവും പോകുന്നു എന്നാണ്. എവറി മന്ത്. എല്ലാ മാസവും പോകുന്നു എന്നാണ് ഉത്തരമായിട്ട് നൽകേണ്ടത്. ഇനി അടുത്തൊരു ഭാഗം നോക്കിയാൽ ഞാൻ എല്ലാ വൈകുന്നേരവും നടക്കാൻ പോകുന്നു എന്നാണ് നെക്സ്റ്റ് വാക്ക്. ഞാൻ എല്ലാ വൈകുന്നേരവും നടക്കാൻ പോകുന്നു എന്നാണ് നെക്സ്റ്റ് ഉദാഹരണം. അപ്പം അതിന്റെ അർത്ഥം നോക്ക്. ആദ്യം നമ്മൾ ഈ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ ആദ്യം ഈ വാക്ക് നമ്മൾ നോക്കേണ്ടത് ആര് ചെയ്യുന്നു എന്നാണ്. അപ്പം ആരാണ് ചെയ്യുന്നത്? ഞാനാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആദ്യമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഐ എന്ന വാക്കിനെയാണ്. ഞാൻ ചെയ്യുന്നു. അപ്പോൾ അടുത്തത് എന്താണ്? എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? എല്ലാ വൈകുന്നേരം നടക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വാക്കായിട്ട് വെർബായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഗോ എന്ന് കൊടുക്കണം. അപ്പൊ എന്തായി? ഐ ഗോ. ഇവിടെ ഗോ എന്ന വാക്കിൽ എസ് ചേർക്കുന്നില്ല. എന്തുകൊണ്ട്? ഗോ എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. സബ്ജക്റ്റ് ആയിട്ട് ഐ വരുമ്പോൾ വെർബിൽ എസ് ചേർക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, എങ്ങോട്ട് പോകുന്നു? ഓക്കെ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു? പിന്നെ നടക്കാൻ പോകുന്നു എന്നാണ്. അപ്പോ ഫോർ വാക്ക് എന്നാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. എങ്ങോട്ട് പോകുന്നു? ഫോർ വാക്ക്. ഐ ഗോ ഫോർ എ വാക്ക്. എപ്പോൾ പോകുന്നു? എല്ലാ വൈകുന്നേരങ്ങളിലും പോകുന്നു എന്നാണ്. ഫോർ എ വാക്ക് എവറി ഈവനിങ്. എപ്പോൾ പോകുന്നു എന്ന ചോദ്യം. അപ്പം ആര് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? എന്തിനെ ചെയ്യുന്നു? എപ്പോൾ ചെയ്യുന്നു? എന്നിങ്ങനെയുള്ള വാചകങ്ങൾക്കുള്ള ഉത്തരം അവിടെ ലഭ്യമായിട്ട് ഉണ്ട്. ഇനി അടുത്തൊരു വാക്ക് നോക്കിയാൽ അവൻ എല്ലാ ദിവസവും